Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റും ഈന്തപ്പഴവും കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമുക്കിനി ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഒന്ന് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു വലിയ ക്യാരറ്റ് വേണം. മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ആണെങ്കിൽ 2 ക്യാരറ്റ് എടുക്കാം. നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കണം. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് പാല് ചേർത്തൊന്ന് അടിച്ചെടുക്കണം. മുഴുവനായിട്ടും പാൽ ആദ്യം ചേർത്ത് കൊടുത്താൽ നല്ലപോലെ അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പാല് ചേർത്ത് കുറച്ച് സമയം ഒന്ന് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കണം. തണുത്ത ജ്യൂസാണ് വേണ്ടതെങ്കിൽ തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കാം. അതിൽ ഏലക്കായുടെ ആ ഒരു തൊലി ഉണ്ടാവും, പിന്നെ ഈന്തപ്പഴത്തിൻ്റെ തൊലിയും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ക്യാരറ്റൊക്കെ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ജ്യൂസാക്കി അടിച്ചു കൊടുത്താൽ അവർ കുടിച്ചോളും. നല്ല ടേസ്റ്റിയുമാണ്. അതുപോലെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് മധുരം നല്ലതുപോലെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിന് ഈന്തപ്പഴം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഞാനിത് 1 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് ഈന്തപ്പഴം ചേർത്താൽ മതി. പിന്നെ കുറച്ച് നട്ട്സും അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.